أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم وما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. 267 വചനം, രണ്ടാമത്തെ ദിവസമാണ് നാം. ഇതിലാദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായ വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുവീൻ. ഇനി അടുത്ത ഭാഗം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹ്. കണ്ണടച്ചല്ലാതെ നിങ്ങൾക്ക് സ്വീകരിക്കാനാവാത്ത മോശമായ സാധനങ്ങൾ ചിലവഴിക്കാനായി നിങ്ങൾ കരുതി വയ്ക്കരുത്. വലാ തയമ്മമു അൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. വലാ തയമ്മമു, നിങ്ങൾ കരുതി വയ്ക്കരുത്, നിങ്ങൾ ഉദ്ദേശിക്കരുത് എന്നൊക്കെയാണ് തയമ്മം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അർത്ഥം ഉദ്ദേശിക്കുക എന്നാണ്. നമ്മൾ വുളൂഇല്ലെങ്കിൽ തയമ്മം ചെയ്യുക എന്ന് പറയലുണ്ടല്ലോ. അവിടെ സൂറത്ത് മാഇദയിൽ അത് പറയുന്ന സ്ഥലത്ത് കാണാം, ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു. ഫതയമ്മമു സഈദൻ തയ്യിബൻ. അപ്പോൾ ചെയ്യാൻ നിങ്ങൾ എന്ത് വേണം? നല്ല മണ്ണിനെ നിങ്ങൾ ഉദ്ദേശിക്കണം, നല്ല മണ്ണിനെ നിങ്ങൾ കരുതി വെക്കണം. മനസ്സിലായല്ലോ? അതാണ് തയമ്മം എന്ന് പറഞ്ഞാൽ. വലാ തയമ്മമു അൽ ഖബീസ. ഖബീസ് പറഞ്ഞാൽ ചീത്ത. നമുക്ക് തയ്യിബ് എന്നുള്ളതിൻ്റെ നേരെ വിപരീത പദമായിട്ടാണ് ഇവിടെ ഖബീസ്, ചീത്തയായത് എന്ന്. ചീത്തയായതിനെ നിങ്ങൾ മിൻഹു അതിൽ നിന്ന് തുൻഫിഖൂന, ചെലവഴിക്കാൻ വേണ്ടി കരുതി വെക്കരുത്. മനസ്സിലായില്ലേ? എല്ലാ ചീത്തയും. അപ്പം ചീത്തയായെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെടാത്ത, നമുക്ക് തൃപ്തിയില്ലാത്ത, നമുക്ക് വേണ്ടാത്ത അതൊക്കെ എന്താണ്? അതിൽ ഖബീസായിപ്പെട്ടു, നാം ഒഴിവാക്കുന്ന അങ്ങനത്തെ ഒക്കെ. മനസ്സിലായല്ലോ? അത് ശരിയല്ലല്ലോ. എന്നിട്ട് അതിനൊരു ഒരു 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 ക്രൈറ്റീരിയ പറയും. ചീത്തയായതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ളത്. വലസ്തും ബി ആഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. വലസ്തും ബി ആഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. വലസ്തും ബി ആഖിദീഹി, നിങ്ങളത് സ്വീകരിക്കുകയില്ല. ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി, നിങ്ങൾ കണ്ണടച്ചുകൊണ്ടല്ലാതെ സ്വീകരിക്കുകയില്ല അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ കണ്ണടച്ചുകൊണ്ടല്ലാതെ ഇഗ്മാദ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സംഗതി വെറുപ്പോടുകൂടി സ്വീകരിക്കുമ്പോഴാണല്ലോ കണ്ണടക്കൽ, ഇഷ്ടമല്ലാതെ സ്വീകരിക്കൽ. അതാണ് പറഞ്ഞത്. വലസ്തും ബി ആഖിദിഹി ഇല്ലാ തുഗ്മിദൂ. നിങ്ങൾക്ക് ആരെങ്കിലും തന്നാൽ കണ്ണ് പൂട്ടിയല്ലാതെ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനത്തെ സാധനം, മനസ്സിലായില്ലേ? അങ്ങനത്തെ മോശമായ സാധനങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കരുത്, ചെലവഴിക്കാൻ വേണ്ടി കരുതി വെക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ കണ്ണടച്ചല്ലാതെ നിങ്ങൾക്ക് സ്വീകരിക്കാനാവാത്ത മോശമായ സാധനങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ കരുതി വെക്കരുത്. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു, അന്നല്ലാഹ വഅലമു, നിങ്ങളറിയണം, അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു പരാശ്രയമില്ലാത്ത ഗനിയാണ്, ധന്യൻ. ഗനി എന്ന് പറഞ്ഞാൽ ധനികനാണ്. ധനികൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ആശ്രയമില്ലാത്തവൻ, ആവശ്യമില്ലാത്തവൻ. മനസ്സിലായല്ലോ? അതാണ് വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു ഗനിയുമാണ്, ഹമീദുമാണ്, സ്തുത്യർഹനാണ് എന്നർത്ഥം. ഗനിയ്യുൻ ഹമീദ്. ഇവിടെ നോക്കൂ, ഇവിടെ അള്ളാഹു ചെലവഴിക്കാൻ പറഞ്ഞത് എന്തിനാ? നല്ലത് കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ദാരിദ്ര്യമുണ്ടോ? അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു ആരാണ്? ഗനിയാണ്. അതിവിടെ പ്രത്യേകം പറയാണ്. അള്ളാഹ്ക്ക് ആവശ്യമില്ല കേട്ടോ. അള്ളാഹു പരാശ്രയമുക്തനാണ്, അള്ളാഹ്ക്ക് ആവശ്യമില്ല. മാത്രമല്ല അള്ളാഹു ഹമീദാണ്, സ്തുത്യർഹനാണ്. എല്ലാവരും അള്ളാഹുവിനെ
സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ഭയങ്കര ഒരു അത്ഭുതമുണ്ട്. ഗനി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത്? ഹമീദ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഹമീദുൻ ഗനി എന്ന് പറയാതെ ഗനിയുൻ ഹമീദ് എന്ന് പറഞ്ഞത്? കാരണം അള്ളാഹുവിൻ്റെ ഗിന, അള്ളാഹുവിൻ്റെ ധന്യത എന്നത് സ്തുതിക്കപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ ധന്യത പോലെയല്ല അള്ളാഹുവിൻ്റെ ധന്യത. അള്ളാഹുവിൻ്റെ ധന്യത സ്തുതിക്കപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ ധന്യത ചിലരുടേത് സ്തുതിക്കപ്പെടേണ്ടതാകാം, ചിലരത് ഒരിക്കലും സ്തുതിക്കപ്പെടാൻ പറ്റാത്തതാകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ മനുഷ്യരുടെ കൂട്ടത്തിലൊരു നല്ല ധനികനുണ്ട്, അയാളുടെ ധന്യത അയാളൊരു പിശുക്കനാണെങ്കിൽ അത് സ്തുതിക്കപ്പെടേണ്ടതല്ലല്ലോ. നേരെ മറിച്ച് അത് അദ്ദേഹം ചെലവഴിക്കുന്നവനാണെങ്കിൽ, പ്രയാസമുള്ളവന് കൊടുക്കുന്നവനാണെങ്കിലോ അത് സ്തുതിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഗനിയുൻ ഹമീദാണ്. എല്ലപ്പോഴും അള്ളാഹുവിൻ്റെ ഗിന എന്താണ്? ഹംദുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഗിന, അള്ളാഹുവിൻ്റെ ധന്യത എല്ലായ്പ്പോഴും എന്താണ്? സ്തുതിക്കപ്പെടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെയൊക്കെ ആ ഭംഗി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭയങ്കര അത്ഭുതമാണ് അല്ലേ? ഗനിയുൻ ഹമീദ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അള്ളാഹു വിരോധിക്കുന്നത് ചീത്തയായ സംഗതികൾ, ഖബീസാത്തുകൾ കൊടുക്കുന്നത് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനുള്ളൊരു ക്രൈറ്റീരിയ പറഞ്ഞതാ. നിങ്ങൾക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് പൂട്ടിയല്ലാതെ സ്വീകരിക്കൂല. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ ആർക്കും കൊടുക്കരുത്. നിങ്ങൾ കണ്ണ് തുറന്ന് സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യൂല? അത് വാങ്ങൂല. മനസ്സിലായില്ലേ? അപ്പം നല്ലതായിരിക്കണം, മുന്തിയതായിരിക്കണം, അത് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് എന്തിനാ? അത് അള്ളാഹുവിന് വേണ്ടിയല്ല. അള്ളാഹുവിന് ഒരാവശ്യമോ ഒരു നേട്ടമോ ഇതുകൊണ്ടില്ല. കാരണം അള്ളാഹു പരാശ്രയനാണ്. അള്ളാഹുവിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല. മനസ്സിലായി? മാത്രമല്ല അവൻ്റെ ഗുണങ്ങളിലും പ്രവൃത്തികളിലുമെല്ലാം അവനെ സ്തുതിക്കുകയാണ് ആളുകൾ. അവൻ സ്തുതികീർത്തനങ്ങൾക്ക് അർഹനാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? വല്ലാത്തൊരു മനോഹരമായ വചനമാണ് സഹോദരങ്ങളെ. ഒരുപാട് സംഗതികൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നോക്കൂ, ഇതിൽ സുബ്ഹാനല്ലാഹ്, ഇതിൻ്റെ ആദ്യം മുതൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ആദ്യം മുതൽ അള്ളാഹുവിൻ്റെ ആ വിളി, യാ അയ്യുഹല്ലദീന ആമനൂ, അത് നിദാഉ തശ്രീഫുമാണ്, നിദാഉ തൻബീഹുമാണ്. നമ്മളെ ബഹുമാനിച്ചും ആദരിച്ചും വിളിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള വിളിയുമാണ്. എന്നുവെച്ചാൽ അള്ളാഹു പറയാണ്, നിങ്ങളുടെ ഈമാനിൽ സത്യസന്ധരാണെങ്കിൽ അത് നിങ്ങളുടെ കൊടുതിയിൽ കാണണം, നിങ്ങളുടെ കൊടുതിയിൽ പ്രകടമാകണം. മനസ്സിലായില്ലേ? അപ്പോൾ കൊടുക്കുക എന്നത് സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല, മറിച്ച് അവിടെ അത് നമ്മുടെ ഈമാനിൻ്റെ ഒരു അടയാളമാകുന്നു എന്നർത്ഥം. രണ്ടാമത്തെ ചിന്തി നോക്കും, മിൻ തയ്യിബാതി മാ കസബ്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഹലാലായത് നല്ലത് കൊടുക്കണം. നമുക്ക് കിട്ടിയതിൽ നിന്ന് നല്ലതായിരിക്കണം കൊടുക്കേണ്ടത്, ചീത്ത അല്ല എന്ന്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിങ്ങളുടെ കൊടുക്കുന്നതിലുള്ള ആധിക്യത്തിലല്ല, മറിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലാണ് അള്ളാഹു നോക്കുക, ക്വാണ്ടിറ്റിയിലല്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ക്വാളിറ്റിയാണ് സത്യത്തിൽ നമ്മളെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ സത്യസന്ധത കാണിക്കുന്നത്. ക്വാളിറ്റി ഉള്ളത് കൊടുക്കുമ്പോഴാണ്. മനസ്സിലായി? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന എന്ന് പറഞ്ഞു. നോക്കൂ, കരുതിക്കൂട്ടി നിങ്ങൾ ചീത്ത കൊടുക്കാൻ വേണ്ടി കരുതി വെക്കരുത്. കുറേ ചീത്ത ക്വാളിറ്റി ഇല്ലാത്ത സാധനമുണ്ട്, അത് നമ്മൾ എടുത്ത് വെക്കുക. എന്തിന്? സദഖ ചെയ്യാൻ വേണ്ടി. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഉടുക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ, ധരിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ, നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം, ഇതൊന്നും സഹോദരന്മാരെ ഫക്കീറുകൾക്ക് കൊടുക്കരുത്, ആവശ്യക്കാർക്ക് കൊടുക്കരുത്, ദരിദ്രന്മാർക്ക് കൊടുക്കരുത്. മനസ്സിലായില്ലേ? നാലാമത്തെ കാര്യം, അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു, വലസ്തും ബി ആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആകെ നോക്കേണ്ട ഒരു സംഗതിയാണ്, ഇത് നിനക്കാരെങ്കിലും തന്നാൽ നീ സ്വീകരിക്കുമോ? സ്വീകരിക്കൂല എന്നാണ് ഉത്തരമെങ്കിൽ നീ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ സ്വീകരിക്കും എന്ന് തോന്നുന്നതേ വേറൊരാൾക്ക് കൊടുക്കാവൂ. എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായ ഒരു സ്വർണ്ണ നിയമം അള്ളാഹു ഇവിടെ പറയാണ്. അതെന്താ? നീ ഫക്കീറിനോട് പെരുമാറേണ്ടത് നിന്നോട് ആളുകൾ പെരുമാറാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അങ്ങനെ ആയിരിക്കണം.
അതാണ് അഞ്ചാമതായി പറഞ്ഞത് വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഗനിയാണ്. നിൻ്റെ സദക്കയിൽ നിന്ന് അള്ളാഹു ഗനിയ. നിൻ്റെ സദക്ക കിട്ടിയിട്ട് വേണ്ട അള്ളാഹുവിന്, മനസ്സിലായില്ലേ? അള്ളാഹു ഹമീദാണ്, അള്ളാഹുവിനെ എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ നോക്കൂ, നീ കൊടുക്കുമ്പോൾ നിനക്കാണ് ഉപകാരം, അള്ളാഹ്ക്കല്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിൽ ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഒന്നാമതായി പകർത്തേണ്ടത്, നമ്മൾ സദക്കയായി നൽകേണ്ടത് നമ്മുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും നമുക്കിഷ്ടമുള്ളതായിരിക്കണം. 1. 2, നമുക്കാരെങ്കിലും തന്നാൽ നമ്മൾ തൃപ്തിപ്പെടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നാം ലജ്ജിക്കണം. നമുക്കാരെങ്കിലും തന്നാൽ തൃപ്തിയില്ലാത്തത് നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിൽ എന്ത് ചെയ്യണം? ലജ്ജിക്കണം. 3, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കൊടുക്കുമ്പോൾ നമ്മുടെ നീയത്തിനെ നമ്മളിങ്ങനെ നോക്കണം. നീയത്തെന്താ? ഇത് തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണോ, അതല്ല ഇതവിടെ നിന്ന് പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണോ? അങ്ങനെയാണ് നമ്മുടെ ഷെൽഫിലൊക്കെ നിറഞ്ഞു നിൽക്കുക, ഒന്ന് പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണോ? പാടില്ല സഹോദരന്മാരെ, പാടില്ല. 4, എപ്പോഴും നമ്മൾ കൊടുതിയിൽ നമുക്ക് ഇഹ്സാൻ ഉണ്ടാകണം. നാം നമ്മളെ ശീലിപ്പിക്കണം. എങ്ങനെ? വാങ്ങുന്നതിൽ ഇഹ്സാനുള്ളതുപോലെ. വാങ്ങുന്നത് ഏറ്റവും നല്ലതാകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ കൊടുക്കുന്നതും നല്ലതാകണം എന്ന് നമ്മൾ എന്താക്കണം? ചിന്തിക്കണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ഇത്. വെറും കൊടുതിയല്ല. ഈ കൊടുതിയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ ഖൽബിൻ്റെ തെർബിയത്താണ്. അതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ 4 കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ. നമ്മൾ സദക്ക ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് അതിലെ വേണ്ടാത്തത്, നമ്മുടെ 1000 രൂപ ഉണ്ട് എന്ന് വെക്കുക, അതിൽ നിന്ന് ഏറ്റവും ചെറിയ നാണയം ഏതാ അതെടുത്ത് കൊടുക്കുക എന്നുള്ളതാകരുത്. മനസ്സിലായില്ലേ? അവന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കൊടുതിയാകണം. ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് തിന്നാൻ ഇഷ്ടമുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിഷ്ടമില്ലാത്തതോ ആവശ്യമില്ലാത്തതോ അല്ല കൊടുക്കേണ്ടത്. നോക്കൂ, വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കീറിപ്പൊളിഞ്ഞതല്ല കൊടുക്കേണ്ടത്. വൃത്തിയുള്ള, ഭംഗിയുള്ള, ഉപയോഗിക്കാൻ പറ്റിയ. ഞാൻ എന്നോട് ചോദിക്കണം കൊടുക്കുമ്പോൾ, ഇത് ഞാൻ ധരിക്കുമോ ഇല്ലയോ? എനിക്ക് ഇടുങ്ങിയതായതുകൊണ്ടല്ല, ചീത്തയായതുകൊണ്ട് ധരിക്കുമല്ലേ? ധരിക്കാത്തതാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം ഇവിടെ ഭൂമി ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളിൽ നിന്ന് പറഞ്ഞല്ലോ, അതിലും നമ്മൾ ഇപ്പോൾ തേങ്ങയോ മുന്തിരിയോ ഒക്കെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും താഴ്ന്നത് കൊടുക്കരുത്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചിരുന്നില്ല. അതിൽ ഏറ്റവും മധ്യവും കൊടുക്കണ്ട, ഉപകാരപ്പെടുന്ന രീതിയിലുള്ളത് കൊടുക്കണം. അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൽ മാത്രമല്ല, നമ്മുടെ സമയം കൊടുക്കണം, നമ്മുടെ ത്യാഗം കൊടുക്കണം, നമ്മുടെ വിജ്ഞാനം കൊടുക്കണം, നമ്മുടെ പരിശ്രമം കൊടുക്കണം. അതൊക്കെ വേണം. നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഈ ഒരായത്തിന് നിങ്ങൾ കേൾക്കുന്നത് പോലും കേൾക്കാൻ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് നല്ല സമയമായിരിക്കണം, ക്വാളിറ്റിയുള്ള സമയമായിരിക്കണം. ഇത് കേൾക്കേണ്ടത് ശ്രദ്ധയോടുകൂടിയായിരിക്കണം. അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ, നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല നാം ആവശ്യമില്ലാത്ത സമയം, ആവശ്യമില്ലാത്ത താല്പര്യം, അതുകൊണ്ടൊന്നുമല്ല നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മളെടുത്തുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.